So നമുക്ക് നെക്സ്റ്റ് എക്സാം വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ്. ബാക്കി ഗ്രൂപ്പുകാർക്ക് സിവിൽ മെക്കാനിക്കൽ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. ഒരു എക്സാമിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. മാർക്കിന്റെ സ്പ്ലിറ്റപ്പ് ഞാൻ അഗെയിൻ ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാം പാർട്ട് എ പാർട്ട് ബി വരുന്നുണ്ട്. പാർട്ട് എയിൽ നിങ്ങൾക്ക് 8 ക്വസ്റ്റ്യൻസ് 3 മാർക്ക് ടോട്ടൽ 24. പാർട്ട് ബിയിൽ നമുക്ക് ഓരോ മോഡ്യൂളിൽ നിന്നും ഓരോ സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് ഫുൾ ആയിട്ട് ആൻസർ ചെയ്യാം. അങ്ങനെ 4 into 9 36 മാർക്സ്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിൽ നമുക്കറിയാം 2 മോഡ്യൂള് ഇലക്ട്രിക്കലും 2 മോഡ്യൂള് ഇലക്ട്രോണിക്സും ആണ് വരുന്നത്. അപ്പൊ അതിൽ പൊതുവെ ഇലക്ട്രിക്കൽ പാർട്ട് കൂടുതൽ പ്രോബ്ലംസ് ആയിരിക്കും, ഇലക്ട്രോണിക്സ് പാർട്ട് തിയറി ക്വസ്റ്റ്യൻസും ആയിരിക്കും വരാം. അപ്പോൾ ഇലക്ട്രിക്കലിന്റെ പാർട്ടില് നമുക്ക് ഇപ്പോ മോഡ്യൂൾ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് എന്തായാലും ആദ്യത്തെ ഇപ്പോ DC ഇലക്ട്രിക് സർക്യൂട്ട്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തായാലും ഒരു പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാം. അത് ഓംസ് ലോ, KVL, KCL അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആയിരിക്കും ആ ഭാഗത്ത് ഉണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് ഈ കറന്റ് ഡിവിഷൻ റൂൾ അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവിഷൻ റൂൾ ചിലപ്പോൾ ഇത് രണ്ടും ക്ലബ് ചെയ്തിട്ട് വരുന്നത്. ഇപ്പൊ നമ്മള് റിവിഷൻ സീരീസിൽ ഞാൻ ഫസ്റ്റ് മോഡ്യൂളിന്റെ വീഡിയോ ചെയ്തതിൽ ഡിഫറെന്റ് പാറ്റേൺസ് ഓഫ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അത് സോൾവ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്ലസ് മൈനസ് മാറിപ്പോവുക, അതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന മിസ്റ്റേക്സ്. കറണ്ടിന്റെ ഡയറക്ഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ വോൾട്ടേജ് എടുക്കുമ്പോൾ പ്ലസ് മൈനസ് മാറിപ്പോവുക, അങ്ങനെയൊക്കെയാണ് നമ്മുടെ മാർക്ക് പോകുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ തെറ്റാതെ ആദ്യം കൃത്യമായിട്ട് സർക്യൂട്ട് വരച്ച് നോക്കി എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചതിന് ശേഷം യൂണിറ്റ് എഴുതാൻ മറക്കരുത്. വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ട്, കറണ്ട് ആണെങ്കിൽ ആംപിയർ, റെസിസ്റ്റൻസ് ആണെങ്കിൽ ഓം. അപ്പോൾ യൂണിറ്റിന്റെ കാര്യം മറക്കരുത്. ഓക്കെ. പിന്നെ സ്റ്റാർ ഡെൽറ്റ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ സ്റ്റാർ ഡെൽറ്റ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനും നമ്മൾ ചിലപ്പോൾ സ്റ്റാറിൽ തന്ന ഡെൽറ്റ കൺവേർഷൻ, ഡെൽറ്റയിൽ തന്നിട്ട് സ്റ്റാറിൽ കൺവേർഷൻ ഒക്കെ ക്വസ്റ്റ്യൻസ് വരാം. അതിന്റെ നമ്മൾ എക്സാമ്പിൾസ് നമ്മൾ റിവിഷൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് അതിനകത്ത് വരുന്നത് അനാലിസിസ് പാർട്ടിലാണെങ്കിൽ മെഷ് കറണ്ട്, അതേപോലെ മെട്രിക്സ് റെപ്രസെന്റേഷൻ, നോഡ് വോൾട്ടേജ്, ഇതൊക്കെ ചിലപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പൈൻഡ് ആയിട്ട് നമുക്ക് ഇതിലെല്ലാം ചിലപ്പോൾ KVLും KCLും ഓംസിലും നോഡും മെഷും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പൊ ആ പാർട്ട് നിങ്ങൾ പ്രോബ്ലംസ് നന്നായിട്ട് ചെയ്ത് പഠിക്കുക വേണ്ടു. കാരണം അത് നമുക്ക് ബൈഹാർട്ട് ചെയ്യാനൊന്നും പറ്റുന്ന കാര്യമല്ല. പ്രോബ്ലംസ് മാക്സിമം നിങ്ങൾ ചെയ്ത് പഠിക്കുക തന്നെ വേണം. പിന്നെ അതിനകത്ത് നമുക്ക് തിയറി ചോദിക്കാവുന്ന ഏരിയ ആണ് മാഗ്നറ്റിക് സർക്യൂട്ട്സിന്റെ ഭാഗം. കാരണം അതിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നോട്ട് നീഡഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ കമ്പാരിസൺ ആയിരിക്കും ചോദിക്കാം ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ടിന്റെ. അപ്പൊ ടേബിൾ വരച്ചിട്ട് തന്നെ നമ്മൾ ആൻസർ എഴുതണം. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ടേംസിന്റെ ഡെഫിനിഷൻ, MMF, ഫീൽഡ് സ്ട്രെങ്തോ അതിന്റെയൊക്കെ യൂണിറ്റ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. സെക്കൻഡ് മോഡ്യൂളിലേക്ക് പോയി കഴിഞ്ഞാൽ തിയറി ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതിൽ ചിലപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, അല്ലെങ്കിൽ ലോസ് സ്റ്റേറ്റ് ചെയ്യാൻ, ഫാരഡേസ് ലോ, ലെൻസസ് ലോ, അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ അതിനകത്ത് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ പാർട്ടിൽ നിന്ന് ഉണ്ടാവും. പിന്നെ നമുക്ക് വരുന്നത് AC ഫണ്ടമെന്റൽസ് ആണ്. അതിൽ നിന്ന് ആവറേജ് വാല്യൂ, RMS വാല്യൂ, പീരീഡ് കണ്ടുപിടിക്കാനോ പീക്ക് ടു പീക്ക് വാല്യൂ കണ്ടുപിടിക്കാനോ ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിന്റെ റിവിഷൻ ചെയ്തതിൽ ഞാൻ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണാം. അപ്പൊ ആ ഭാഗത്ത് നിന്ന് പ്രോബ്ലം തന്നെയായിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പിന്നെ AC സർക്യൂട്ടിന്റെ അനാലിസിസ് ആണ്. അതിനകത്തും ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനും 3 phase AC സിസ്റ്റംസ്, സ്റ്റാർ ഡെൽറ്റ കണക്ഷൻസ്, ആ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് ആ ഭാഗത്ത് നമ്മൾ പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യണം. അപ്പൊ ഇത്രയാണ് ഇലക്ട്രിക്കലിന്റെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇലക്ട്രോണിക്സിൽ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. കാരണം പ്രോബ്ലംസ് അധികം ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോയാൽ മതി. നമ്മൾ മോഡ്യൂൾ 3, മോഡ്യൂൾ 4 റിവിഷനിൽ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ മോഡ്യൂൾ 3 വരികയാണെങ്കിൽ PN ജംഗ്ഷൻ ഡയോഡ് ഒന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം അതിന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും ഷുവർ ആയിരിക്കും. PN ജംഗ്ഷൻ ഡയോഡിന്റെ വർക്കിംഗ്, അതേപോലെ തന്നെ VI ക്യാരക്ടറിസ്റ്റിക്സ്, ഫോർവേഡ് ബയസ്, റിവേഴ്സ് ബയസ്, സെനർ ഡയോഡിന്റെ വർക്കിംഗ്, അതേപോലെ തന്നെ സെനർ വോൾട്ടേജ് റെഗുലേറ്റർ, അതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കാം. പിന്നെ DC പവർ സപ്ലൈ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് DC പവർ സപ്ലൈ. പിന്നെ റെക്ടിഫയറിൽ നമുക്ക് ഹാഫ് വേവ്, ഫുൾ വേവ് കമ്പാരിസൺ പഠിച്ചു വെക്കണം കേട്ടോ. അത് ചിലപ്പോൾ കമ്പയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് വെറുതെ വർക്കിംഗ് മാത്രം എഴുതി വെച്ചാൽ പോരാ. അതിന്റെ ഫാക്ടേഴ്സ് വെച്ച് ഇപ്പോൾ എഫിഷ്യൻസി എത്രയാണ്, അത് റിപ്പിൾ ഫാക്ടർ, അത് വെച്ച് കഴിഞ്ഞാൽ റെക്ടിഫയർ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺ മാർക്ക് സ്കോർ ചെയ്യാൻ ഈസിയാണ്. ദെൻ BJT, BJTയിൽ നമ്മൾ NPN ഉം PNP യും വരയ്ക്കേണ്ട സമയത്ത്
മാർക്ക് ചെയ്യുന്നതൊന്നും മാറിപ്പോവരുത്. അതാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതിന്റെയും ഈ പറഞ്ഞ പോലെ വർക്കിംഗ്, അതേപോലെ തന്നെ ഈ കോൺഫിഗറേഷൻസ് CE CB CC കോൺഫിഗറേഷൻസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിന്റെ ഇൻപുട്ട് ക്യാരേ ഔട്ട്പുട്ട് ക്യാരേ ഒക്കെ കൃത്യമായിട്ട് പലരും വിട്ടുപോകുന്നതാണ്. അതിൽ അതായത് XY ആക്സിസിൽ വോൾട്ടേജ് ആണോ കറണ്ട് ആണോ അത് CEയുടെയും CBയുടെയും CCയുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവുക അങ്ങനെയൊക്കെ. അപ്പൊ അത് കൃത്യമായി അതൊന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ടതല്ല, മനസ്സിലാക്കി പഠിക്കേണ്ടത്. അപ്പൊ കോമൺ എമിറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, കോമൺ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിൽ എന്താണ് വരിക ഔട്ട്പുട്ടിൽ എന്താണ് വരിക, കോമൺ കളക്ടർ എന്ന് പറയുമ്പോൾ അല്ലാതെ അത് ജസ്റ്റ് ഇങ്ങനെ കുറെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് കാര്യമില്ല. കൃത്യമായി മനസ്സിലാക്കി തന്നെ പഠിച്ചിട്ട് പോവുക. ബൈഹാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. അതേസമയം നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് മറന്നാലും ആലോചിച്ചെടുത്ത് എഴുതാൻ പറ്റും. പിന്നെ ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ്, ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച്, ട്രാൻസിസ്റ്റർ ആസ് എൻ ആംപ്ലിഫയർ, അത് സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് വർക്കിംഗ്, പിന്നെ ഫെറ്റും മോസ്ഫെറ്റും. അപ്പൊ ആദ്യത്തെ ഒരു PN ജംഗ്ഷൻ ഡയോഡും ട്രാൻസിസ്റ്ററും ഒക്കെ പഠിച്ചാൽ തന്നെ ഏകദേശം ആ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ ഫോർത്ത് മോഡ്യൂൾ വരുമ്പോൾ അഗെയിൻ തിയറി ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ബ്ലോക്ക് ഡയഗ്രാം, ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷന്റെ ബ്ലോക്ക് ഡയഗ്രാം, AM FM, അതേപോലെ തന്നെ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം, ഡിജിറ്റൽ മൾട്ടിമീറ്റർ, CRO, ലിസാജസ് പാറ്റേൺ. അതിൽ ഒന്നും ഏതെന്നാണ് ക്വസ്റ്റ്യൻ വരിക നമുക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താണെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായി തറോ ആയിട്ട് പഠിക്കും. ഇപ്പൊ അവസാനം കുറെ പഠിക്കാനുണ്ട്, എവിടെ എത്തുന്നില്ല എന്ന് നിങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. എന്തായാലും നമുക്കൊരു ഓർ ക്വസ്റ്റ്യൻ വരുമല്ലോ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഓറിലെ ഒരു ക്വസ്റ്റ്യന്റെ 2 പാർട്ടും അറിയില്ല, ഒന്നിലെ ഒരു പാർട്ടും മറ്റേതിന്റെ ഒരു പാർട്ട് പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. കാരണം അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഏതെങ്കിലും ഒരു ഫുൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ എന്ന്. പിന്നെ ഇലക്ട്രോണിക്സ് എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മള് തിയറി പാർട്ട്, അതായത് മൊഡ്യൂൾ 3 and 4 തിയറി ആണെന്ന് പറഞ്ഞ് കുറെ വലിച്ചു വാരി എഴുതിയിട്ട് മാർക്ക് കിട്ടില്ല. നിങ്ങൾക്ക് ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാനുണ്ടെങ്കിൽ കൃത്യമായിട്ട് വരയ്ക്കുക, സർക്യൂട്ട് എന്തെങ്കിലും വരയ്ക്കാനുണ്ടെങ്കിൽ അത് നീറ്റ് ആയിട്ട് വരയ്ക്കുക, അപ്പൊ തന്നെ മാർക്ക് വരും. പിന്നെ എഴുതാനുള്ള പോയിന്റ്സ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് എഴുതുക. എന്തെങ്കിലും നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്ത് നീറ്റ് ആയിട്ട് എഴുതുക. കമ്പയർ ചെയ്യാൻ പറയുന്നത് എപ്പോഴും ടേബിൾസ് ആക്കിയിട്ട് എഴുതുക. ഇതൊക്കെയാണ് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ടിപ്സ്. അല്ലാതെ നമ്മൾ essay എഴുതുന്ന പോലെ, ഇപ്പൊ വർക്കിംഗ് ആണെങ്കിൽ പോലും essay എഴുതുന്ന പോലെ കുറെ വലിച്ചു വാരി എഴുതാതെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടാവും. ഇപ്പൊ നമ്മള് ഫോർവേഡ് ബയസ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഫോർവേഡ് ബയസ് ചെയ്യുന്നത് ആ ജസ്റ്റ് പോയിന്റ്സ് മാത്രം എഴുതുക. നിങ്ങൾ എത്ര പേജ്, ഇപ്പൊ കുറെ പേര് യൂട്യൂബിൽ നമ്മൾ നേരത്തെ വീഡിയോ ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു 9 മാർക്കിന് എത്ര എഴുതണം, 6 മാർക്കിന് എത്ര എഴുതണം എന്നൊക്കെ. അപ്പൊ എത്ര പേജ് എഴുതുന്നു എന്നുള്ളതിലല്ല, നമ്മൾ അതിൽ എന്ത് കണ്ടന്റ് എഴുതുന്നു എന്നുള്ളത് നോക്കിയിട്ട് തന്നെ മാർക്ക് തരുള്ളൂ. അപ്പോ ബ്ലോക്ക് ഡയഗ്രാം അതുപോലെ സർക്യൂട്ട്സ് ഒക്കെ വരയ്ക്കണത് നീറ്റ് ആയിട്ട് വരയ്ക്കുക. അത് നമ്മൾ തെറ്റിക്കരുത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ BJT അല്ലെങ്കിൽ CE CB കോൺഫിഗറേഷൻസ് വരയ്ക്കണം, അതിൽ നമ്മൾ പിക്ചർ തന്നെ നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതുന്നതിൽ കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ബ്ലോക്ക് ഡയഗ്രാം അല്ലെങ്കിൽ സർക്യൂട്ട് ഡയഗ്രാം ഒക്കെ വരയ്ക്കുന്നത് തെറ്റാതെ വരയ്ക്കുക. അപ്പൊ VI ക്യാരക്ടറിസ്റ്റിക്സ് PN ജംഗ്ഷൻ ഡയോഡിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നീറ്റ് ആയിട്ട് വരച്ചിട്ട് അതിൽ എപ്പോഴും നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുമ്പോൾ കുറെ പേര് വിട്ടുപോകുന്നതാണ് X ആക്സിസും Y ആക്സിസും എന്താണ്, വോൾട്ടേജ് ആണോ കറണ്ട് ആണോ എന്ന് മെൻഷൻ ചെയ്യാതിരിക്കുന്നത്. അപ്പൊ അത് അങ്ങനത്തെ മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫിഗറിൽ എപ്പോഴും നന്നായിട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. എഴുതുന്ന കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് കൃത്യമായി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എക്സാമിന് ശ്രദ്ധിക്കേണ്ടത്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് റിവിഷൻ ചെയ്യുക, നന്നായിട്ട് എക്സാം എഴുതുക. താങ്ക് യു.